പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നോക്കാം. അവിടുന്ന് പ്രകാശകൻ്റെ പുസ്തകത്തിലൂടെ നമ്മോട് പറയുകയായിരുന്നല്ലോ, 17-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ തിരുവചനത്തിൽ, ദാനധർമ്മം നടത്തുന്നവൻ്റെ അവൻ്റെ കാരുണ്യപ്രവൃത്തിയെ കണ്ണിലെ കൃഷ്ണമണി എന്നപോലെ കാത്തു പരിപാലിക്കുമെന്ന് അവിടുന്ന് കരുതുന്നുവെന്ന് അവിടുത്തെ വചനം ഞങ്ങൾ ഓർക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ ഈ വചനത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദാനധർമ്മം നടത്തുന്ന വ്യക്തി അവന് കരുണയുണ്ടായിട്ടാണ്. അവൻ മറ്റുള്ളവരോടുള്ള കരുണയുള്ളതിൻ്റെ പേരിലാണ്. അത് വലിയൊരു കാരുണ്യമാണ്. അവൻ്റെ ആ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ നമ്മുടെ കർത്താവ് കാത്തു പരിപാലിക്കും. അവന് കൃഷ്ണമണി പോലെ അവനെ കരുതുകയും ചെയ്യുമെന്ന് നമ്മുടെ കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങൾ, ഇതാണ് നാം ഓരോരുത്തരും ആത്മപരിശോധന ചെയ്യേണ്ടത്. എൻ്റെ മുമ്പിൽ ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്നവൻ, ഒരു പാവപ്പെട്ടവൻ ഒരു സഹായം അഭ്യർത്ഥിച്ച് എൻ്റെ മുമ്പിൽ വരുമ്പോൾ അവൻ അർഹതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്തു കൊടുക്കണം. മദ്യം കഴിക്കാനോ സമ്പത്ത് നശിപ്പിക്കാനോ ദൂർത്തടിക്കുവാനോ വേണ്ടിയിട്ട് വന്ന് ചോദിച്ചാൽ കൊടുക്കണ്ട. എന്നാൽ അർഹതയുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടെങ്കിൽ നമ്മൾ അവൻ്റെ ആ ചോദ്യത്തെ, വാക്കിനെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് സഹായം ചെയ്തേ പറ്റൂ. അങ്ങനെ സഹായം ചെയ്യുന്നില്ല എങ്കിൽ ദൈവത്തിനു മുമ്പിൽ ചെയ്യുന്ന വലിയൊരു തിന്മയാണ്. ഇന്ന് പലരും ഇത്തരത്തെ മേഖലകളിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറും. മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കാൻ കഴിയലാത്തതിൻ്റെ പേരിൽ അവർ ഈ മേഖലയിൽ ഒഴിഞ്ഞു മാറുന്ന അനേകം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഞാൻ അത്തരത്തിലുള്ളൊരു വ്യക്തിയാണ്. ഒരുപക്ഷെ ഒരു രോഗിയായ വ്യക്തിയാകാം, അതല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാകാം. അവർക്ക് സഹായം ആവശ്യമാണ്. ഒരുപക്ഷെ ആ സഹായം ആവശ്യമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടോ, അതല്ലെങ്കിൽ എന്നോട് സഹായം ചോദിക്കുന്ന സാഹചര്യത്തിൽ ഞാനത് കേട്ടുകഴിഞ്ഞതിന് ശേഷം ഞാനത് ഒഴിഞ്ഞു മാറിയ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് തമ്പുരാൻ്റെ മുമ്പിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യണമേ. അതുപോലെ തന്നെ സഹായം ചോദിച്ചു വരുന്ന വ്യക്തികളോട് പരുഷമായ ഭാഷയിൽ സംസാരിക്കുക. പരുഷമായ ഭാഷയിൽ സംസാരിക്കുക. അതല്ല എങ്കിൽ അവരുടെ മുഖത്തടിച്ച് സംസാരിക്കുക. നിനക്കൊക്കെ പോയി പണിയെടുത്ത് ജീവിച്ചുകൂടെ? മറ്റുള്ളവരുടെ മുമ്പിൽ സഹായത്തിന് എന്തിനാ കയ്യിൽ നീട്ടി വരുന്നതെന്ന് ചോദിച്ചുകൊണ്ട് മുഖത്തടിച്ച് സംസാരിക്കുന്ന ഒരു പ്രവണതയുള്ള വ്യക്തിയാണോ ഞാൻ? ദൈവത്തിന് മുമ്പിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യണമേ. ഇന്നെൻ്റെ ജീവിതത്തിൽ ആരോഗ്യം കാണും, സമ്പത്ത് കാണും, സകലവിധ സൗഭാഗ്യങ്ങളും കാണും. ഇതെല്ലാം ആര് തന്നത്? അല്ലയോ മനുഷ്യ, നീ ആര് തന്നെയാണേലും നിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ദാനമായി നൽകാത്തതായിട്ട് നിൻ്റെ ജീവിതത്തിൽ എന്താണുള്ളത്? നിൻ്റെ സമ്പത്തും നിൻ്റെ ആരോഗ്യവും നിൻ്റെ കഴിവും ഇതെല്ലാം ഞാനുണ്ടാക്കിയത് അതെൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അനുസരിച്ച് ഞാൻ ചെയ്യും, ഞാനിതാർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചു വാരി വെക്കുമ്പോൾ നിന്നെ സൃഷ്ടിച്ച് ജീവൻ നൽകുന്ന നിൻ്റെ ദൈവമായ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലയോ മനുഷ്യ, നീ ആര് തന്നെയായാലും, നീ ഒരുപക്ഷെ സമൂഹത്തിൽ വലിയ കോടീശ്വരനാകാം, ബിസിനസ്സുകാരനാകാം, അതല്ലെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാകാം. നീ ആര് തന്നെയായാലും നിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ദാനമായി നൽകാത്തതായിട്ട് നിൻ്റെ ജീവിതത്തിൽ എന്താണുള്ളത്? എല്ലാം ദാനമായിരിക്കുക, ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു എന്ന് പോലും വചനം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ദാനമായ സമ്പത്ത് സൗഭാഗ്യങ്ങളുമുള്ള ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു പാവപ്പെട്ടവൻ കടന്നു വന്ന് അവൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ മുഖത്തടിച്ച് സംസാരിക്കുന്നത് പോലെ, അതല്ലെങ്കിൽ പരുഷമായ ഭാഷയിൽ സംസാരിച്ച് അവൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തി വേദനിപ്പിച്ച് ഭവനത്തിൽ നിന്നും അല്ലെങ്കിൽ ആ വീടിൻ്റെ മുറ്റത്തു നിന്ന് അവനെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ
അവൻ്റെ നെടുവീർപ്പ് ദൈവത്തിന് മുമ്പിൽ എത്തും എന്നതിന് യാതൊരു സംശയവുമില്ല. പ്രിയ സഹോദരങ്ങളെ, ദൈവതിരുസന്നിധിയിലെത്തും. എന്നാൽ നീ അവന് വേണ്ടി ഒരു കാരുണ്യപ്രവൃത്തിയായി നീ അവനോട് കരുണ കാണിച്ചാൽ കർത്താവ് നിൻ്റെ കരുണയെ അവിടുന്ന് വിലമതിക്കും. നിൻ്റെ കരുണയെ, നീ ചെയ്ത ആ കാരുണ്യ പ്രവൃത്തിയെ കർത്താവ് വിലമതിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. അതാണ് കർത്താവ് പറഞ്ഞത്, കണ്ണിലെ കൃഷ്ണമണി പോലെ. എല്ലാ മനുഷ്യനും കണ്ണുണ്ട്, കണ്ണിലൊരു കൃഷ്ണമണിയുണ്ട്. ആ കൃഷ്ണമണിയിലൂടെയാണ് കാഴ്ച ലഭിക്കുന്നത്. ആ കൃഷ്ണമണിക്ക് തകരാറ് സംഭവിച്ച് പോയതാണ്. അപ്പോൾ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ ദൈവമായ കർത്താവ് ഒരു വ്യക്തിയെ കരുതുകയും കാത്തുപരിപാലിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരോട്, സമൂഹത്തിലുള്ള പാവപ്പെട്ടവരോട് അനീതി കാണിക്കാതെ നീതി കാണിക്കണം. ഒരുപക്ഷെ ഭിക്ഷക്കാരനാകാം, ആ ഭിക്ഷക്കാരനെയും അടിച്ചു കുടിക്കും. ഇന്ന് പല ഭിക്ഷക്കാർക്കും വീട്ടിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അവരോട് കോപിക്കുക, അവരെ വേദനിപ്പിക്കുക, അവർക്കെന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കേണ്ടതാണെങ്കിൽ ആ സഹായം ചെയ്തു കൊടുക്കാതെ സഹായം ചെയ്തു കൊടുക്കേണ്ട സാഹചര്യത്തെ നിഷേധിക്കുക. ഇത് വലിയ തിന്മയാണ്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണമേ, സമൂഹത്തിലുള്ള പാവപ്പെട്ടവരോട് ഞാൻ നീതി കാണിക്കാതെ അനീതി കാണിച്ചിട്ടുള്ള വ്യക്തിയാണോ? അനീതി കാണിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിനു മുമ്പിലിരുന്ന് ആത്മപരിശോധന ചെയ്ത് തമ്പുരാൻ്റെ മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് നീതി കൊടുക്കുമ്പോൾ, അവൻ്റെ ദാനധർമ്മം, അവൻ മറ്റുള്ളവർക്ക് അവൻ്റെ സമ്പത്ത്, ആരോഗ്യം, കഴിവ് ഒക്കെ ദാനം ചെയ്യുമ്പോൾ ദൈവം അവനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിക്കും. അവൻ്റെ ദാനധർമ്മത്തെ അവിടുന്ന് അംഗീകരിക്കുമെന്ന് കർത്താവ് ഈശോ തിരുവചനത്തിലൂടെ നമ്മോട് പറയുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തിന് മുമ്പിൽ ആത്മപരിശോധന ചെയ്യാം. കർത്താവ് ഈശോയെ മനുഷ്യൻ്റെ ദാനധർമ്മത്തെ, മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നുവെന്നും അവൻ്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കരുതുന്നെന്നും അരുളി ചെയ്ത കർത്താവേ, പാവപ്പെട്ടവരോടും ദരിദ്രരോടും അനീതി കാണിക്കാതെ നീതി കാണിക്കുവാൻ, അവരെ സഹായിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.